കൊച്ചി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജാതിയുടെ പേരിൽ തൊഴിൽ പീഡനം. ചീഫ് റീജിയണൽ മാനേജർ നിതീഷ് കുമാർ സിൻഹയ്ക്കെതിരെയും അസിസ്റ്റന്റ് ജനറൽ മാനേജർ കാശ്മീർ സിംഗിനെതിരെയും അസിസ്റ്റന്റ് മാനേജ്മെന്റിന്റെ കുടുംബം പരാതി നൽകി. ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്തതായി അസിസ്റ്റന്റ് മാനേജറുടെ ഭാര്യ പറഞ്ഞു. രേണുക രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. IOB ബാങ്ക് ജീവനക്കാരന് ജാതിയുടെ പേരിൽ ഒരു വലിയൊരു അധിക്ഷേപം തന്നെയാണ് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഭാര്യ തന്നെയാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. തുടക്കം മുതൽ AGM കശ്മീർ സിംഗ് ആണ് ആദ്യം മുതൽ നമ്മളെ ഹ്യൂമിലേറ്റ് ചെയ്യുകയും ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നത്. AGMന്റെ മേളിലുള്ള ആളാണ് CRM നിതീഷ് കുമാർ സിൻഹ. ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ സ്കെയിൽ 1 തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കൊണ്ട് ചായ വാങ്ങിപ്പിച്ചുകൊണ്ട് വരിക, പലഹാരം വാങ്ങിപ്പിക്കുക, മരുന്ന് വാങ്ങാൻ വിടുക, റീജിയണൽ ഓഫീസിലുള്ള ചെടിക്ക് വെള്ളം ഒഴിപ്പിക്കുക, ചെടി മാറ്റി വെപ്പിക്കുക, കീടനാശിനി കളിക്കാൻ പറയുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ AGM കശ്മീർ സിംഗിൻ്റെ വൈഫിൻ്റെ ബാങ്ക് പാസ്ബുക്ക് റെഡിയാക്കാൻ വേണ്ടി വേറെ ബാങ്കിൽ വിടുക, മകൾ അവധിക്ക് വന്ന സമയത്ത് ആൻറ്റിക് ഷോപ്പിൽ പോകാൻ ഷോപ്പിങ്ങിന് കൂടെ ചെല്ലണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും അതൊക്കെ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലുലു ഷോപ്പിംഗ് മോളിൽ ഒരു തവണ പോയിട്ട് പാൻറ്റിൻ്റെ അളവെടുക്കാൻ പറയുകയും സെയിൽസ്മാൻ വന്ന സമയത്ത് സെയിൽസ്മാൻ എടുക്കണ്ട, ഹസ്ബൻഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ കൊണ്ട് അത് എടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോഴത്തേക്കും ഹസ്ബൻഡ് പ്രതികരിച്ചു. ഒരു ദിവസം ഇതുപോലെ ചായയും മരുന്നും വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ജോലി ഇതല്ല, ഞാൻ ബാങ്കിൻ്റെ ജോലി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആൾ കൈ കറക്കി പുറത്ത് വീശി അടിക്കുക ചെയ്തത്. അതിനുശേഷം മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നും പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള നിതീഷ് കുമാർ സിൻഹയോട് ഈ കാര്യം പറഞ്ഞു. നിതീഷ് കുമാർ സിൻഹയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ അയാളൊന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല. പക്ഷേ കാശ്മീർ സിംഗ് നമ്മളെ വിളിപ്പിച്ചിട്ട്, എൻ്റെ ഹസ്ബൻഡിനെ വിളിപ്പിച്ചിട്ട്, നീ കംപ്ലയിൻറ്റുമായിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ച് കളയുമെന്നാണ് അയാൾ പറഞ്ഞത്. അതിൻ്റെ പേരിൽ നമ്മൾ ആ കംപ്ലയിൻറ്റ് അന്ന് കൊടുത്ത് പോലീസ് വിളിച്ച് നമ്മൾ അന്വേഷിച്ച് അന്ന് രാത്രി തന്നെ പോയി നമ്മൾ ആ കംപ്ലയിൻറ്റ് പിൻവലിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നവംബർ 1 നമുക്കൊരു സസ്പെൻഷൻ ഓർഡറാണ് കയ്യിൽ കിട്ടുന്നത്. സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടി. അപ്പോൾ നിതീഷ് കുമാർ സിൻഹയുടെ അടുത്ത് ബാങ്കിൽ പോയ സമയത്ത് ആളുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞ്, നിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്കറിയാം ഉയർന്ന ജാതിയിലുള്ള താഴത്തെ ജാതിക്കാരോട് എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാം. അപ്പം നീ എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആളെ കാലിൽ പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത് അവരുടെ വിഷ്വൽസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം, പക്ഷേ അവർ നശിപ്പിച്ചോന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെയും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. കാരണം ഫസ്റ്റ് നമ്മൾ കംപ്ലയിൻറ്റ് പിൻവലിച്ച സമയത്ത് അത് നമ്മൾ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ വഴി വരുമെന്നുള്ള കാര്യം. അങ്ങനെ കംപ്ലയിൻറ്റ് അവർ FIR ഇട്ട് അത് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ FIR ഇട്ട് അന്വേഷണം തുടങ്ങിയതിന് ശേഷം നമ്മുടെ സസ്പെൻഷൻ അവർ പിൻവലിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം നമുക്ക് തന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അഹമ്മദാബാദിലേക്ക് ട്രാൻസ്ഫറും 11 ഇയേഴ്സ് ഇൻക്രിമെൻറ്റ് പ്ലസ് കട്ടും 4 വർഷത്തേക്ക് ഇൻക്രിമെൻ്റ് ഇല്ല. അതായത് 11 ഇയേഴ്സ് സർവീസുള്ള എൻ്റെ ഹസ്ബൻഡിന് 15 ഇയേഴ്സാണ് ഇൻക്രിമെൻറ്റ് കട്ട് കൊടുത്തേക്കുന്നത്. 15 ഇയേഴ്സ് ഇൻക്രിമെൻറ്റ് കട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഈ പോലീസ് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട്. പിന്നെ MP K രാധാകൃഷ്ണനും ഇതിൻ്റെ കംപ്ലയിൻറ്റും നമ്മുടെ ഫുൾ സപ്പോർട്ടിങ് എവിഡൻസ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഇത്തരം പരാതികളൊക്കെ കൊടുത്തിട്ടും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം എന്താണ്? ഹൈക്കോർട്ടിൽ ഈ കേസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈക്കോർട്ട് വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം ബാങ്ക് കേൾക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഓഫീസറുമായിട്ട് ഇത് വീഡിയോ കോൺഫറൻസിങ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ മിനിറ്റ്സിൽ അത് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പക്ഷേ അതിൻ്റെ റിപ്ലൈ വന്നിരിക്കുന്നത് ഈ 15 ഇൻക്രിമെൻറ്റ് കേട്ട് ശരി വെച്ചുകൊണ്ടുള്ള റിപ്ലൈ ആണ് വന്നിരിക്കുന്നത്. വിഷ്ണുവിനൊരു നീതി അല്ലെങ്കിൽ എന്താണ് സംഭവ സ്ഥലത്തുണ്ടായിരിക്കുന്നത് കാര്യത്തിൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. ക്യാമറമാൻ ജിഷ്ണു KR-നൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.